welcome back to our channel Kidding with Aisa Fahadu. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ചിറ്റിറപ്പള്ളി സ്ക്വയറിലാണ്. അപ്പം നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ ആദ്യം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ഫുഡ് സ്ക്വയർ, ഇതാണ് നമ്മുടെ ചിറ്റിലപ്പള്ളി വെൽനസ് പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഞാൻ പിന്നെ റേറ്റ് ഒക്കെ കാണിക്കുവാണ്. എന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റീസൊക്കെ നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറ്റുക. ഇതാണ് നമ്മുടെ ഓപ്പൺ ജിം എന്ന് പറയുന്നത്. ഇവിടെ കപ്പിൾ സൈക്കിളുണ്ട്, ഫാമിലി സൈക്കിളുണ്ട്, പിന്നെ സിംഗിൾ സൈക്കിളുണ്ട്. ഞാൻ എൻ്റെ ബ്രദറും കൂടെ ഇങ്ങനെ പോവാണ്, സിംഗിൾ സൈക്കിളിൽ പോവാണ്. അപ്പം ഇവിടെ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ദിവസം. അപ്പം എൻ്റെ ബ്രദറിനെ കയറ്റി എത്തിയിട്ട് കുറേ മാജിക്സൊക്കെ ചെയ്യിപ്പിച്ചു. മാജിക് എന്ന് പറയുന്നത് നല്ല റിയൽ മാജിക് ആട്ടോ, റിയൽ മജീഷ്യൻ ചെയ്യുന്ന പോലത്തെ മാജിക്കാണ്. ഈ ചേട്ടൻ വരുന്നത് ഹൈദരാബാദിൽ നിന്നായിരുന്നു. അപ്പം ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഒരു നോർമൽ സൈസുള്ള ഒരു പാർക്ക്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, പക്ഷെ അങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്ന പോലെ ഞാൻ വരെ പേടിച്ചു പോയി കേട്ടോ. ആദ്യം പേടിച്ചു പോയി, പിന്നെ അവസാനമാക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ ട്രാഫിക്കിലോട്ടാണ് പോണത്. ട്രാഫിക്ക് പോയി ഇപ്പം ഇതാണ്ടോ ഇവിടെ ഓരോ കുട്ടികൾ നമ്മളിങ്ങനെ 8+ കുട്ടികൾക്ക് പോകുന്ന ഒരു വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ കുട്ടികളുടെ. പിന്നെ ഇതാണ് റോക്ക് ക്ലൈമ്പിങ്. എനിക്ക് കുറച്ച് പേടിയായിരുന്നു റോക്ക് ക്ലൈമ്പിന് പോവാൻ, എന്നാലും എന്നിട്ട് ഇവിടെ എല്ലാ ചേച്ചിമാരും നമ്മുടെ സ്റ്റാഫ്സൊക്കെ നമ്മളെ ഇതൊക്കെ സെക്യൂരിറ്റി സാധനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്നെ നല്ലോണം പഠിപ്പിച്ചിട്ടാണ് കയറ്റിയത്. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ബട്ട് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ആദ്യം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുകളിൽ വരെ കയറി. അപ്പം എനിക്ക് ഫസ്റ്റ് ഒന്നും പിടി കിട്ടില്ല എന്താണ് ഈ സാധനം. അങ്ങനായിരുന്നു കേട്ടോ. ചേട്ടൻ മുകളോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ താഴോട്ട് വരും, ഞാൻ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ചേട്ടൻ മുകളോട്ട് പോകും. അങ്ങനായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി അത് പറ്റുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് കയറി, ഒരു 3/4 ഭാഗം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അവിടെ ഹാദിനെ നോക്കാൻ വേണ്ടിയാട്ടോ ചേട്ടൻ ഓടിപ്പോയത്. അപ്പം ഹാദി അതായത് പിന്നെ ആകണ്ട, എനിക്ക് ഇതാണ് പ്രശ്നം. ഹാദി ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ അത് വേറെ ഏതെങ്കിലും ചേച്ചി. അപ്പം മറ്റുള്ളവർ കയറുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഈസിയാണ്, പക്ഷെ കയറി നോക്കണം മക്കളെ, കയറി നോക്കണം. എന്നാലേ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ കയറി കാണും. പിന്നെ അത് ഹാദിൽ വൈറ്റ് ടീഷർട്ട് ഇട്ടേക്കണെയാണ്. അവൻ്റെ മാക്സിമം കയറി കേട്ടോ. അത് അവൻ ആ ഒരു ഞാൻ കയറിയാണ് തോട്ടെ കയറി. എല്ലാം കുറച്ച് ഹാർഡാണ്, കുറച്ചല്ല നല്ലോണം ഹാർഡായിരുന്നു. പക്ഷെ അവൻ ഒരു റോക്കിൻ്റെ ഹാഫ് ഭാഗം അവൻ എത്തിച്ചു എങ്ങനെയൊക്കെയോ. ഈ ഒരു ചേട്ടൻ കണ്ടോ, ആ ചേട്ടൻ പേടിച്ച് പോയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം കണ്ടോ നമുക്ക് കയറിയതുപോലെ തിരിച്ച് ഇറങ്ങണ്ട. നമുക്ക് ആ ഒരു സന്ധിൽ പിടിച്ചാൽ നമ്മൾ താഴോട്ട് ഓട്ടോമാറ്റിക്കലി അത് കൊണ്ടുവരും. അപ്പോൾ ഹാദി കൊണ്ടോ തിരിക്കുന്ന ചേച്ചീനെ കാട്ടും ഹൈ എത്തി. ആ ചേച്ചി പോയേ. ഇവിടെ ഹാദിക്കുട്ടി വിൻ ചെയ്തു. ഓക്കെ, ഹാദിയും ഞാനും നല്ല ടയേർഡായിരുന്നു റിയലി. ഇതിൻ്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 9 o'clock ആണ്. മാക്സിമം അല്ല, ടൈം 9 o'clock വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളവിടെ 4 o'clock 5 o'clock പോയിട്ട് തിരിച്ചു വന്നത് 8 o'clock 9 o'clock ഒക്കെ ആയപ്പോഴാട്ടോ. അത്രയ്ക്ക് ഫണ്ണായിരുന്നു. പിടിച്ചത് താഴെ കൊണ്ടുവരും. അപ്പം ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പം അവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇതിന് പേര് ഞാൻ മറന്നോ. ഇത് റിയൽ ആയിട്ടുള്ളതാട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. പിന്നെ ഒരു പാർക്കാണ്. ഞാൻ ആദ്യം കൂടെ അങ്ങനെയൊക്കെ ഹാപ്പി ആയിരുന്നു ഞങ്ങളൊരു
4 or 5 o'clock പോയിട്ട് തിരിച്ച് 9 o'clock വന്നത്. അപ്പം അവിടുത്തെ ടൈം എന്ന് വെച്ചാൽ 9 o'clock. താങ്ക് യു ഫോർ വാച്ചിങ്.